എൻ്റെ അവസ്ഥ എൻ്റെ അനിയന് വരാൻ പാടില്ല. അപ്പം എല്ലാവരും സഹായിക്കണം, ഷെയർ ചെയ്യണം, പ്രാർത്ഥിക്കണം. ഈ അസുഖം കാരണം എൻ്റെ കാലും നട്ടെല്ലും വളഞ്ഞു പോയിട്ടുണ്ട്. വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. എന്തിന് ഒന്ന് കണ്ണടക്കാൻ, ഒന്ന് ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷെ എൻ്റെ അനുജൻ അങ്ങനെയല്ല. അവനക്ക് ഈ വാക്സിന് കിട്ടിക്കഴിഞ്ഞാൽ ഓന് രക്ഷപ്പെടും. അതുകൊണ്ട് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് അവനെ എങ്ങനെയെങ്കിലും സഹായിച്ച് രക്ഷപ്പെടുത്തണമെന്നാണ്. ഈ പറയുന്നത് കണ്ണൂർ മാറ്റൂര് റഫീഖ് മറിയമ്മ ദമ്പതികളുടെ മകൾ അഫ്ര എന്ന സഹോദരിയാണ്. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിൽ അതുപോലെ സ്റ്റാറ്റസും സ്റ്റോറിയിലെല്ലാം ഇവരുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, എനിക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന തുക ഞാൻ ആ ഒരു കുടുംബത്തിന് കൈമാറാൻ പോവാണ്. ഈ ഒരു വീഡിയോ 10,000 ആളുകൾ കണ്ടു കഴിഞ്ഞാൽ 300 രൂപയാണ് സാധാരണ കിട്ടാറ്. അല്ലെങ്കിൽ 1,00,000 ആളുകൾ കണ്ടു കഴിഞ്ഞാൽ 3000 രൂപയെങ്കിലും കിട്ടും. അപ്പോൾ ആ ഒരു കുടുംബത്തിന് സ്വരൂപിച്ച് കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഒരുപക്ഷെ സഹായിക്കാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ, എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്കതിന് പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ സഹായിക്കുന്നവരുടെ പ്രതിഫലം നിങ്ങൾക്കും കിട്ടുകയാണ്. അതുപോലെ നിങ്ങൾ കാണുന്നതിൻ്റെ പ്രതിഫലം എന്ന രീതിയിൽ യൂട്യൂബ് തരുന്ന ആ ഒരു തുക കൂടി അവർക്ക് നമ്മൾ കൊടുക്കാൻ പോവാണ്. അതുകൊണ്ട് നിങ്ങൾ കഴിവിൻ്റെ പരമാവധി ഈ വീഡിയോ അവസാനം കണ്ടു കഴിഞ്ഞാലാണ് അത് കിട്ടുക. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കാണുക. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കാരണം ആരെങ്കിലും സഹായിച്ചാൽ അതിൻ്റെ ഒരു വിഹിതം നിങ്ങൾക്കും കൂടി കിട്ടുകയാണ്. 1.5 വയസ്സുകാരൻ മുഹമ്മദിന്റെ ജീവന്റെ വില ഇന്ന് കോടികളാണ്. അപൂർവ ജനിതക രോഗമായ സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന രോഗം ബാധിച്ച് കണ്ണൂർ സ്വദേശിയായ മുഹമ്മദ് ഇന്ന് സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. സാധാരണ നമ്മുടെ കുട്ടികളെ പോലെ കളിയും ചിരിയും കുസൃതിയുമായി ജീവിക്കേണ്ട പ്രായത്തിലാണ് മുഹമ്മദ് സ്വന്തം ജീവിതത്തോട് പോരാടുന്നത്. ഈ അഫ്ര എന്ന പൊന്നുമോള് പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. അവൾക്ക് 15 വയസ്സാണ്. അവൾക്ക് ആ ഡോസ് കൊടുക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഈ അനുജനെങ്കിലും സഹായിക്കുക. 1.5 വയസ്സാണ്. 2 വയസ്സിന് മുമ്പാണ് ഈ ഡോസ് മരുന്ന് കൊടുക്കേണ്ടത്. രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആ മരുന്നിൻ്റെ വില ലോകത്ത് തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മരുന്നാണ്. 18 കോടി രൂപ, അതായത് 180 മില്യൺ എമൗണ്ടാണ് ആ ഒരു മരുന്നിന്, ആ ഒരു ഡോസിലേക്ക് വരുന്നുള്ളത്. അതുകൊണ്ട് ആ കുഞ്ഞുമോള് പറയാതെ പറയുന്നൊരു കാര്യമാണ്, എന്നെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ അനുജനിക്ക് ഈ ഒരു അവസ്ഥ വരരുത്. ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ കൊച്ചു കേരളത്തിൽ മൊത്തം 3.5 കോടി ജനങ്ങളുണ്ട്. അതിൽ നിന്നും 1 കോടിയൊന്നും വേണ്ട, അതിൽ നിന്നും ഒരു 80 ലക്ഷം ജനങ്ങൾ കൂടി വെറും 25 രൂപ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ 20 കോടി രൂപയാണ് നമുക്ക് സ്വരൂപിക്കാൻ കഴിയുന്നത്. പരതുള്ളി പെരുവെള്ളമെന്ന് പറയുന്ന പോലെ നിങ്ങൾ എല്ലാവരും കൂടി 25 രൂപ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 80 ലക്ഷം വേണ്ട, 20 ലക്ഷം ആളുകൾ ചേർന്ന് 100 രൂപ കൊടുത്തു കഴിഞ്ഞാലും 20 കോടി രൂപയാണ് നമുക്ക് സ്വരൂപിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്ന പരമാവധി സഹായിക്കുക. എന്നെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം എന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. മാക്സിമം നിങ്ങളുടെ എല്ലാവരിലേക്കും ഷെയർ ചെയ്തുകൊണ്ടുകൊണ്ട് നിങ്ങൾ അവരെ സഹായിക്കുക. കേരളത്തിലുള്ള ആളുകൾ വിചാരിച്ചു കഴിഞ്ഞാൽ 18 അല്ല 36 കോടി വേണമെങ്കിൽ ഉണ്ടാക്കാൻ കഴിയും. അത് നിങ്ങൾ തെളിയിച്ചു തന്നവരാണ്. ഞാൻ കർണാടകക്കാരനാണ്. പക്ഷെ കേരളത്തിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെയാണ് സഹായിക്കാറുള്ളത്. ഈ വിനീതൻ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റമദാനിൽ ഒരു അത്യാവശ്യ കാര്യത്തിന് വീഡിയോ ചെയ്തപ്പോഴേക്കും 29 ലക്ഷത്തിനടുത്താണ് തുക വന്നിട്ടുള്ളത്. അതിൽ കൂടുതലും 90%-ലധികവും കേരളത്തിലുള്ള മലയാളികളായിട്ടുള്ള ആളുകളും പ്രവാസികളായിട്ടുള്ള ആളുകളാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ മിനി സ്റ്റേറ്റ്മെന്റ് അടക്കം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ തെളിയിച്ചു തന്നവരാണ്. കേരളത്തിലുള്ള ആളുകളുടെ ഐക്യവും ഒറ്റക്കെട്ടും ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഒത്തുചേർന്നാൽ മലയും പോരുമെന്നാണല്ലോ. കോരുന്ന കിണറ്റിലെ വെള്ളം കാണുമെന്ന് പറയുന്ന പോലെ കൊടുക്കുന്നവന്റെ ഖജനാവിൽ പടച്ചവൻ ഏറ്റി കൊടുക്കുകയാണ്. ഒരിക്കലും ദാനധർമ്മം അത് നമ്മുടെ സമ്പത്തിൽ നിന്നും ചുരുക്കില്ല. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങളൊരിക്കലും കൊടുക്കാതിരിക്കരുത് എന്നൊക്കെയാണ് ഞാനല്ല ഈ പറയുന്നത്, പ്രവാചകൻ പറഞ്ഞിട്ടുള്ള വാക്കുകൾ. നമ്മളൊരാളെ സഹായിക്കുമ്പോഴേക്കും നമുക്ക് വരുന്ന അപകടങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അതെല്ലാം പടച്ചവൻ നമ്മിൽ നിന്നും ഇല്ലാതാക്കി കളയാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? പക്ഷി ജീവിച്ചിരിക്കുമ്പോൾ പക്ഷി ഉറുമ്പിനെ തിന്നു. എന്നാൽ പക്ഷി മരിച്ചു കഴിഞ്ഞാലോ
ഉറുമ്പ് പക്ഷിയെ തിന്നും. ഇതാണ് ഈ നമ്മൾ പറയുന്ന കർമ്മ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലേ നാളെ നമുക്കും നമ്മുടെ ആവശ്യത്തിന് കിട്ടുള്ളൂ. ആ ഒരു മോനക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നാളെ നമ്മുടെ മക്കൾക്കും നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ എന്തെങ്കിലും ആവശ്യത്തിന് തരാൻ ആളുകൾ ഉണ്ടാവും. നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. നമ്മളുടെ മക്കൾക്കാണെങ്കിൽ ഒരു രോഗം വന്നിരുന്നെങ്കിൽ, നമ്മുടെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾക്കാണ് ഈ ഒരു രോഗം വന്നിരുന്നെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ദൈവത്തെ ഓർത്ത്, പടച്ച തമ്പുരാനെ ഓർത്തുകൊണ്ട് നിങ്ങൾ പരമാവധി നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഞാൻ ആരെയും തന്നെ കുറ്റപ്പെടുത്തല്ല. നിങ്ങളൊന്നും വിചാരിക്കുക, നമ്മുടെ ആവശ്യത്തിന് എല്ലാവരുടെയും കയ്യിൽ തുക ഉണ്ടാവാറില്ലേ? നമ്മുടെ ആവശ്യത്തിന്, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ പണമുണ്ട്, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയിൽ ഇടാൻ നമ്മുടെ കയ്യിൽ പണമുണ്ട്, അല്ലെങ്കിൽ മോറിസ് കോയിനെ പോലെയുള്ള തട്ടിപ്പ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മളുടെ അടുത്ത് പണം ഉണ്ടായിരുന്നു. അങ്ങനെ എത്ര കമ്പനികളിലാണ് നമ്മൾ കളഞ്ഞിട്ടുള്ളത്. എല്ലാവരും പറയില്ല കേട്ടോ, നമ്മളെപ്പോലെയുള്ള ചില ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്കും നമ്മൾ വിചാരിക്കുന്ന ബിസിനസ്സുകൾക്കും ഇഷ്ടം പോലെ ഇറക്കാനുള്ള ഫണ്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇങ്ങനെയുള്ള ഒരു അത്യാവശ്യ കാര്യം വരുമ്പോൾ നമ്മുടെ മുഖം ചുളിയുന്ന, മുഖം ചുവക്കുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാവരുത്. ചെറിയ 1, 2, 5 രൂപയോ മതി. എല്ലാവരും ചേർന്ന് കഴിഞ്ഞാൽ 100% എനിക്ക് ഉറപ്പാണ്, ഒരുപക്ഷെ ഇന്നോ നാളെ ആയിട്ട് നമുക്കൊരു ന്യൂസ് കാണാൻ കഴിയും. അതായത് 18 കോടി രൂപ വേണമെന്നെടുത്ത് 20 കോടിയിലധികം കവിഞ്ഞ അക്കൗണ്ടിലേക്ക് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്ത 100% ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നുള്ളത്. കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം അങ്ങനെയുള്ള മലയാളികളാണ് ഇവിടെ. ഞാനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ കർണാടകയിലാണെങ്കിലും ഇവിടെയുള്ളവരെ നിസ്സാരമാക്കി പറയല്ല. പക്ഷെ കേരളത്തിലുള്ള ആളുകളുടെ ആ ഒരു സഹായവും, ആ ഒരു ധർമ്മിഷ്ഠത, ആ ഒരു മനോഭാവം, മനസ്സ്, അതൊരിക്കലും മറ്റൊരു സംസ്ഥാനത്തും ലോകത്ത് എവിടെ പോയാലും ഇങ്ങനെ ഒരു സംഭവം കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഇവിടെയുള്ള കർണാടകയിലുള്ള ആളുകളുടെ എന്ത് അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും കേരളത്തിലുള്ള ആളുകളുടെ സഹായമാണ് അതിൽ 90%. അതുപോലെ പ്രവാസികളായിട്ടുള്ള ആളുകളുടെ സഹായമാണ് വരാറുള്ളത്. എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് അവരുടെ ആ ഒരു നിഷ്കളങ്കമായ വാക്കാണ്, അല്ലെങ്കിൽ അവർ പറയാതെ പറയുന്നൊരു കാര്യമാണ്. എന്നെ നിങ്ങൾ ചികിത്സിച്ചില്ലെങ്കിലും സാരമില്ല, എൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്, എൻ്റെ അനുജനെയെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയണം, എല്ലാവരും സഹായിക്കണമെന്ന ആ ഒരു വാക്ക് കേട്ടിട്ടാണെങ്കിലും നിങ്ങളെല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് അവരിലേക്ക് എത്തുന്ന സഹായങ്ങൾക്ക് നമ്മളൊരു കാരണമാവുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ കേരളത്തിൽ 3.5 കോടി ജനങ്ങളിൽ നിന്ന് 80 ലക്ഷം ആളുകൾ മാത്രം 25 രൂപ വെച്ച് കൊടുത്ത് 20 കോടി നമുക്ക് സ്വരൂപിക്കാൻ കഴിയും. 200 മില്യനാണ് നമുക്ക് സ്വരൂപിക്കാൻ കഴിയുന്നത്. 180 മില്യനാണ് ആ ഒരു മരുന്നിനിക്ക്, ആ ഒരു വാക്സിനിക്ക് ഉള്ളത്. അതുകൊണ്ട് ആ ഒരു പുണ്യപ്രവൃത്തിയിൽ എല്ലാവരും പങ്കാളികളാവുക. ആ അഫ്ര എന്ന കുട്ടിയും അതുപോലെ അനുജൻ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദിനിക്കും ജീവിതത്തിലോട്ട് തിരിച്ചു വരാനും എല്ലാം ശരിയായി മറ്റുള്ള കുട്ടികളെ പോലെ കളിക്കുവാനും കുസൃതികളും കളിയും ചിരിയും തമാശയും അങ്ങനെ നല്ല രീതിയിലുള്ള ജീവിതത്തിലൂടെ അവർക്ക് തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് പടച്ച തമ്പുരാനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളും പ്രാർത്ഥിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ കാലും നട്ടിലൊക്കെ വളഞ്ഞ് ഇതായി കിടക്കാനൊന്നും കഴിയില്ല. ഉറങ്ങാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അനിയൻ്റെ ഇപ്പം അങ്ങനെയല്ല, ഓന് കുറച്ച് എഴുന്നള്ളുണ്ട്. ഓനക്ക് മെഡിസിൻ കിട്ടി അവൻ രക്ഷപ്പെടും. അപ്പം ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഓൻ എങ്ങനെയെങ്കിലും ഒന്ന് എല്ലാവരും കൂടി സഹായിക്കണമെന്നാണ്. എന്നെപ്പോലെ ആവരുത്.